ഹായ്, എൻ്റെ പേര് അഭിനവ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന സമവാക്യങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്ത എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാനുള്ള ഭാഗം വിലയിരുത്താം എന്നുള്ള ഭാഗമാണ്. ലെറ്റ്സ് അസസ് എന്നൊക്കെ പറയും. ഇനി പറയാൻ പോകുന്നത് മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേലിസ്റ്റ് ആക്കി വെക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിന് വേറെ പ്ലേലിസ്റ്റ്, മലയാളം മീഡിയത്തിന് വേറെ പ്ലേലിസ്റ്റ്, അങ്ങനെ രണ്ട് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇത് വീഡിയോ ചൂസ് ചെയ്യുമ്പോൾ മലയാളം മീഡിയത്തിനുള്ള തംബ്നെയിലൊക്കെ സെയിമാണ്, ഏകദേശം ഒരേ തംബ്നെയിലാണ്, പേര് മാത്രമേ മാറിയിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മീഡിയത്തിനകത്ത് തന്നെ തംബ്നെയിൽ സെയിം ആയിരിക്കും, ഒരേ കളറിലാണ് കൊടുത്തിട്ടുണ്ടാവും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ എല്ലാ വീഡിയോസിനും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഏതാണെന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണ് ഓരോന്ന് തുറന്നു നോക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ഇടുന്ന കമൻസൊക്കെ കാണുന്നുണ്ട്, വളരെ സന്തോഷമായിട്ടുണ്ട്. എന്തായാലും കത്തിയടിച്ച് സമയം പോക്കണ്ട, പരീക്ഷയൊക്കെ അടുത്തല്ലേ. നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ ചലിക്കുന്നു. അപ്പോൾ ഒരു കാറ് നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാറ് സമത്വരണത്തോടെ ചലിക്കുന്നു. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിൻ്റെ ത്വരണം കണ്ടെത്തുക. അപ്പോൾ കണ്ടുപിടിക്കേണ്ട സാധനം ത്വരണമാണ്. ത്വരണം എ ആണ് കണ്ടുപിടിക്കേണ്ടത്. വരഞ്ഞിട്ടൊക്കെ മായ്ച്ച് കളയുന്നത്. ശരി, തന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ചോദ്യം രണ്ട് പ്രാവശ്യം വായിക്കുക, തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, ഉത്തരത്തിലേക്ക് പോവുക, അതാ പരിപാടി. അപ്പോൾ നിശ്ചലാവസ്ഥയിൽ നിന്ന് ആയതുകൊണ്ട് ഈ കാറ് നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആദ്യ പ്രവേഗം u 0 മീറ്റർ/സെക്കൻഡ് ആണെന്ന് പറയാം. കാരണം നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങുക ചെയ്യുന്നത്, നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിന് പ്രവേഗം ഉണ്ടാവില്ല. ആദ്യ പ്രവേഗം 0 ആണെന്ന് പറയാം. ഇവിടെ ആദ്യ പ്രവേഗം 0. പിന്നെ ഈ കാറ് ചലിക്കുന്നു, ചലനം ആരംഭിച്ചിട്ട് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരം എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ സമയം എന്ന് പറയുന്ന സമയം t = 20 സെക്കൻഡ് എന്ന് എഴുതാം. അതുപോലെ ഇവിടത്തെ സ്ഥാനാന്തരം 200 മീറ്റർ എന്നും എഴുതാം. ശരി, ഇത്രയും കാര്യം തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാറിൻ്റെ ത്വരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ത്വരണം കണ്ടുപിടിക്കാം, എളുപ്പത്തിൽ കണ്ടെത്താം. a = എത്ര ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. a കണ്ടുപിടിക്കാൻ നമുക്കറിയാം, a = v - u/t ആണ്. ശരി, ഇവിടെ വി തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആകെ നമ്മുടെ കയ്യിൽ ഈ യു മാത്രമേ കയ്യിലുള്ളൂ, വി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ വി ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ത്വരണം കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഈ ഇക്വേഷനും ആവശ്യമില്ല, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ഇത്രയും ആളുകളെ ഉപയോഗിച്ച്, കയ്യിലുള്ള ഇത്രയും ഈ 3 സംഗതികളോ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും ത്വരണവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമവാക്യം നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. S = ut + ½ at². ഓർമ്മയുണ്ടോ? S = ut + ½ at². ഈ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് നമ്മുടെ കയ്യിലുണ്ട്, യു നമ്മുടെ കയ്യിലുണ്ട്, ടി നമ്മുടെ കയ്യിലുണ്ട്. അര എന്ന് പറഞ്ഞാൽ അര തന്നെയാണ്. എ അറിഞ്ഞൂടാ, എ ആ കണ്ടുപിടിക്കേണ്ട, ഇത് ജി അല്ല കേട്ടോ, എ ആണ്. ടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സമവാക്യത്തിൽ എ മാത്രമാണ് നമുക്ക് അറിഞ്ഞൂടാത്തത്, അയാളെ കണ്ടുപിടിക്കേണ്ട. ബാക്കി എല്ലാത്തിനെയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ സമവാക്യം ഉപയോഗിച്ചാൽ മതി. ഈ സമവാക്യത്തിലേക്ക് ഇതിൻ്റെ വിലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ എങ്ങനെ വരും? ഒരു വര വരച്ചിട്ട് ഇച്ചിരി വലത്തോട്ടാക്കി മാറ്റി എഴുതുന്നുണ്ട്. എസ് എന്ന് എഴുതിയതിന് പകരം, എസ്സിന് പകരം നമുക്ക് എസ്സിൻ്റെ വില കൊടുക്കാം. എസ്സിൻ്റെ വില വരുന്നത് 200 മീറ്റർ. അപ്പോൾ 200 സമം യുവിന് പകരം എന്ത് പറയും? യു എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ 0 ഗുണിക്കണം ടി എന്ന് പറഞ്ഞാൽ 20 ആണ്. 0 ഗുണിക്കണം 20 കൂട്ടണം അര at². അര ഗുണിക്കണം എ എത്രയാണെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് എ ആയിട്ട് തന്നെ നിൽക്കട്ടെ. t², ടീൻ്റെ സ്ക്വയർ, ടി ഇവിടെ 20, അപ്പോൾ 20ൻ്റെ സ്ക്വയർ എന്ന് എഴുതണം. എ ഗുണിക്കണം 20ൻ്റെ സ്ക്വയർ. ശരി, അങ്ങനെയാണെങ്കിൽ താഴെ നമുക്ക് എഴുതാം 200 സമം 0 ഗുണിക്കണം 20 പറഞ്ഞു കഴിഞ്ഞാൽ 0ന് 20 കൊണ്ട് ഗുണിച്ചാൽ 0. അപ്പോൾ ഇത്രയും ഭാഗം ഇനി രണ്ടാമത് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. 0ന് 20 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 0 വരിക. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം മാത്രം നോക്കിയാൽ മതി. 0 കൂട്ടണം അര എ t². t² 20ൻ്റെ സ്ക്വയറാണ്. 20ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എ ഗുണിക്കണം 400 എന്ന് വരും. 20ൻ്റെ സ്ക്വയർ 20ൻ്റെ വർഗ്ഗം 400. അപ്പോൾ ഇനി ബാക്കി താഴോട്ട് എഴുതാം. വീണ്ടും നമ്മൾ എഴുതും 200 സമം 0 കൂട്ടണം ഇത്രയും സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 200 സമം അര എ ഗുണിക്കണം 400. ഇവിടെ നിന്ന് വെട്ടാൻ വേണ്ടി പഠിക്കണം നിങ്ങൾ. എങ്ങനെയാണ് വെട്ടാം നോക്കിയോ?
വലത്തെ സൈഡിലുള്ള സമത്തിൻ്റെ വലത്തെ സൈഡിലുള്ള ആൾക്കാരെ മാത്രം നോക്കാം. അര ഗുണിക്കണം എ ഗുണിക്കണം 400 എന്നല്ലേ. അപ്പോൾ മേലെയും അംശത്തിലും ഛേദത്തിലും പൊതുവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. മേലെയും താഴെയും നോക്കുകയാണെങ്കിൽ താഴെ 2 കാണാം, മേലെ 400 കാണാം. 400ലും 2ലും പൊതുവായിട്ടുള്ള ഒരു നമ്പറാണ് 2. അപ്പോൾ 2ൽ എത്ര 2 എന്ന് വെച്ചാൽ ഒരു 2. 400ൽ എത്ര 2 ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 400ൻ്റെ പകുതി എടുത്താൽ മതി, അത് 200. അപ്പോൾ 200 സമം 1/1 ഗുണിക്കണം എ ഗുണിക്കണം 200 എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് ചെറുതാക്കി എഴുതിയാൽ, ഈ സാധനങ്ങൾ തൽക്കാലം ഒന്ന് മായ്ക്കട്ടെ. ഒന്ന് ചെറുതാക്കി എഴുതിയാൽ 200 സമം 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 ഗുണിക്കണം എ എന്ന് പറഞ്ഞാൽ എ തന്നെ. അപ്പോൾ എ ഗുണിക്കണം 200 എന്നായി. അങ്ങനെയാണെങ്കിൽ ഈ ഗുണിക്കണം 200 ഇപ്പുറത്തേക്ക് വരുമ്പം ഹരിക്കണം 200 എന്നാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എ സമം 200 ഹരിക്കണം 200. 200നെ 200 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 കിട്ടും. 1 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ ത്വരണം. കിട്ടിയിട്ടുണ്ട്. സംഗതി എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടോക്കിയാൽ മതി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങിത്തുടങ്ങുന്ന ഒരു വസ്തു 2 മീറ്റർ/സെക്കൻഡ് ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം എത്രയായിരിക്കും? 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം എത്രയായിരിക്കും? അപ്പോൾ പ്രവേഗമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ശരി, ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനത്തിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്, തന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കണം. നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങി തുടങ്ങുക. കണ്ടോ, നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങി തുടങ്ങുന്ന ഒരു വസ്തു അത് 2 മീറ്റർ/സെക്കൻഡ് മീറ്റർ/സെക്കൻഡ് ത്വരണത്തോടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ത്വരണം എ സമം 2 മീറ്റർ/സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങി തുടങ്ങുന്ന വസ്തു ആയതുകൊണ്ട് നമുക്ക് പറയാം യു ആദ്യ പ്രവേഗം 0 മീറ്റർ/സെക്കൻഡാണ്. പിന്നെ 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിനുള്ള പ്രവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമയമാണ്. അപ്പോൾ സമയം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. ഇനി ഈ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രവേഗം എത്ര? പ്രവേഗം എന്ന് പറഞ്ഞാൽ വി അല്ലേ, അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയാം. അന്ത്യപ്രവേഗം എത്ര എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ഉണ്ട്. ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വി സമം യു എന്ന് പറയുന്നത് 0 ആണ്. 0 കൂട്ടണം എ എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 10. അപ്പോൾ 0 കൂട്ടണം 2 ഗുണിക്കണം 10, അതായത് 0 കൂട്ടണം 2നെ 10 കൊണ്ട് ഗുണിച്ചാൽ 20 എന്ന് വരും. 0ഉം 20ഉം കൂട്ടിയാൽ 20 തന്നെ. ശരി, ഇത്രയും 20 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്തത് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാഫുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. മൂന്നാമത്തെ ചോദ്യം. ഒരു വാഹനത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട 3 വ്യത്യസ്ത ഗ്രാഫുകൾ നൽകിയിരിക്കുന്നു. ഗ്രാഫുകൾ വിശകലനം ചെയ്ത് ചലനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ഗ്രാഫായിട്ട് തന്നെ കാണാം. ഒന്നാമത്തെ ഗ്രാഫ്, രണ്ടാമത്തെ ഗ്രാഫ്, മൂന്നാമത്തെ ഗ്രാഫ്. ഇവർ തമ്മിൽ ബന്ധമുണ്ട്, ഉണ്ടാവാതിരിക്കാം, അത് നമ്മുടെ കാര്യമല്ല. ഓരോന്നിനെയും വേറെ കാണാം. ശരി, ഒന്നാമത്തെ ഗ്രാഫ് മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സമയം കൂടി വരുന്നതിനനുസരിച്ചിട്ട് പ്രവേഗവും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ എന്നെല്ലാം പറയും. ചരിഞ്ഞ നേർരേഖ എന്നൊക്കെ പറയുന്നല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് സമയം മാറുന്നതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് പ്രവേഗത്തിലും മാറ്റം വരുന്നുണ്ട്. സമയത്തിനനുസരിച്ചിട്ട് പ്രവേഗവും ഒരേപോലെ കൂടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഗ്രാഫ് ഈ രീതിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സമത്വരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എഴുതി വെക്കുന്നു, സമത്വരണത്തിൻ്റെ ഗ്രാഫായത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൂടി വരുന്നു. സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ സമയം കൂടി വരുന്നതിനനുസരിച്ച് പ്രവേഗത്തിൻ്റെ വില കുറഞ്ഞ് പോകാതിരുന്നത്. അപ്പോൾ എക്സ് അക്ഷത്തിലുള്ള സമയം കൂടി വരുന്നതിനനുസരിച്ച് വൈ അക്ഷത്തിൻ്റെ വില കുറഞ്ഞാണ് വരുന്നത്. അതായത് സമയം കൂടുന്നു, പ്രവേഗം കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മന്ദീകരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മന്ദീകരണം വേണമെങ്കിൽ സമമന്ദീകരണം എന്നൊക്കെ പറയാം. ശരി, ഇനി അടുത്ത് നോക്ക്. സമയം കൂടുന്നതിനനുസരിച്ച് ആദ്യം ഒന്ന് പ്രവേഗം കൂടി, പിന്നെ പ്രവേഗം കുറഞ്ഞു, പിന്നെ പ്രവേഗം കൂടി, പിന്നെ പ്രവേഗം നല്ലോണം കുറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഇത് അസമത്വരണമാണ് എന്ന് പറഞ്ഞാൽ പോരെ, സിമ്പിളായിട്ട്. അല്ലെങ്കിൽ ത്വരണമുണ്ട്, മന്ദീകരണമുണ്ട് എന്ന് പറയാം. അതിന് പകരം വേണമെങ്കിൽ എന്ത് പറയാം, അസമത്വരണത്തിൻ്റെ ഗ്രാഫാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അസമത്വരണം അല്ലെങ്കിൽ
ത്വരണമുണ്ട്, മന്ദീകരണമുണ്ട്. ആ രീതിയിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നോക്കി വെക്കണം. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരി, അടുത്ത 4ാമത്തെ ചോദ്യം. കാർ എ, കാർ ബി ഇവയുടെ സഞ്ചാരത്തിൻ്റെ ഗ്രാഫ് തന്നിരിക്കുന്നു. ഏത് കാറിനാണ് ത്വരണം കൂടുതൽ? എന്തുകൊണ്ട്? തോത് മാറ്റി വരച്ച് ഗ്രാഫുകൾ താരതമ്യം ചെയ്യുക. ശരി, അപ്പോൾ കാർ എയും കാർ ബിയും ആണുള്ളത്. നോക്കുക, ഗ്രാഫ് ശ്രദ്ധിക്കുക. അതിൽ കാർ എ, കാർ ബി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എഴുതി വെച്ച ഓർഡറിൽ ഈ ആദ്യത്തെ വരയാണ് കാർ എ എന്ന് തെറ്റിദ്ധരിച്ച് പോരുത്. ആദ്യത്തെ വര കാണിക്കുന്നത്, ആദ്യത്തെ ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത് കാർ ബി ആണ്, ബി കാർ. മറ്റേത് എ കാറിൻ്റെ. 2 ഗ്രാഫ് തന്നിട്ടുണ്ട്, രണ്ടും ഒന്നിൻ്റെ അകത്ത് തന്നെയാണുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ഏത് കാറിനായിരിക്കും ത്വരണം കൂടുതൽ? എന്തുകൊണ്ട്? ഏത് കാറിനായിരിക്കും ത്വരണം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും ത്വരണം കണ്ടുപിടിക്കേണ്ടി വരും. എന്നല്ല ഇങ്ങനെ പറഞ്ഞോളൂ. ശരി, ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പ്രവേഗവും സമയവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രവേഗവും സമയവും കയ്യിലുണ്ടെങ്കിൽ ത്വരണം കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ത്വരണം സമം പ്രവേഗം ബൈ സമയമല്ലേ, അല്ലെങ്കിൽ പ്രവേഗമാറ്റം ബൈ സമയം എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ എ കാറിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുക. എ കാറിൻ്റെ കാര്യം മാത്രം ഒന്ന് പരിഗണിക്കാം. നോക്കിയോ, എൻ്റെ അപ്പോൾ പ്രവേഗമാറ്റം ബൈ സമയം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? അങ്ങനെ നീട്ടി എഴുതുന്നില്ല, ഒരുപാട് സ്ഥലം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പ്രവേഗമാറ്റം അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം. പ്രവേഗമാറ്റം ബൈ സമയമാണ് ത്വരണം എന്ന് പറയുന്നത്, നമുക്കറിയാം. ആ സാധനം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി എഴുതുന്നു. അപ്പോൾ എ സമം എങ്ങനെ എഴുതാം? അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എൻ്റെ കാര്യം മാത്രമാണ് പരിഗണിക്കാതെ. ഇപ്പോൾ ഈ കാർ എൻ്റെ ആദ്യ പ്രവേഗം വരുന്നത്, ആദ്യമുള്ള പ്രവേഗം കാർ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രവേഗം വരുന്നത് ശ്രദ്ധിക്കുക, അത് 0 ആയിരിക്കും. ആദ്യ പ്രവേഗം 0. പക്ഷേ അന്ത്യപ്രവേഗം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ അവസാനിക്കുന്ന ഒരു പോയിൻ്റായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രവേഗം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, അത് 5. അപ്പോൾ അന്ത്യപ്രവേഗം 5, ആദ്യ പ്രവേഗം ഇവിടെയുള്ള 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ സമം വി മൈനസ് യു ബൈ ടി. അതായത് അന്ത്യപ്രവേഗം കുറയ്ക്കണം ആദ്യ പ്രവേഗം ഹരിക്കണം സമയം. അന്ത്യപ്രവേഗം 5 കുറയ്ക്കണം ആദ്യ പ്രവേഗം 0 ഹരിക്കണം സമയം. എത്രയാണ് സമയം എടുത്തിട്ടുള്ളത്? സമയം ഇവിടെ വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തല്ലേ സമയം, നമ്മുടെ സമയം വരുന്നത്. ഈ ഗ്രാഫ് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെ എൻ്റെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നേരെയുള്ള ഭാഗം നോക്കിയാൽ ഇവിടെ 7 എന്ന് കാണാം. അപ്പോൾ 5 സെക്കൻഡിൽ നിന്ന് 7 സെക്കൻഡിലേക്ക് 5 സെക്കൻഡിൽ നിന്ന് 7 സെക്കൻഡിലേക്ക് എത്ര സമയമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 - 5 ചെയ്താൽ മതി. 7 - 5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 എന്നാണ്. അപ്പോൾ 5 ഹരിക്കണം 7 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. 7 അപ്പോൾ 5/2. 5നെ 2 കൊണ്ട് ഹരിച്ചാൽ 5ൻ്റെ പകുതി 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും നമ്മുടെ എ കാറിൻ്റെ ത്വരണം, ഒന്നാമത്തെ കാറിൻ്റെ ത്വരണം. ഇതുപോലെ തന്നെ ബി കാറിൻ്റെ ത്വരണം ഒന്ന് ചെയ്ത് നോക്കാം. ബി കാറിൻ്റെ ത്വരണം എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇനി ഈ ഗ്രാഫിലുള്ള ബാക്കി എല്ലാ സാധനങ്ങളും മറന്നേക്കുക, ബീനെ മാത്രം നോക്കുക. ബി കാറിൻ്റെ ഗ്രാഫിനെ മാത്രം പരിഗണിക്കുക. നോക്കിക്കോ, ബി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? തുടക്കത്തിൽ അതിന് പ്രവേഗമൊന്നുമില്ല, കുറേ സമയം കഴിഞ്ഞിട്ട് ഗ്രാഫ് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോഴുള്ള പ്രവേഗം 5 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അന്ത്യപ്രവേഗം നമുക്ക് എന്ത് പറയാം? 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണെന്ന് പറയാം. 5 മീറ്റർ പെർ സെക്കൻഡാണ് അന്ത്യപ്രവേഗം. അപ്പോൾ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സമം വി മൈനസ് യു ബൈ ടി. ശരി, വി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ത്യപ്രവേഗമാണ്. അന്ത്യപ്രവേഗം ഇതാ ഇവിടെയാണ് നമ്മുടെ ഗ്രാഫ് അവസാനിക്കുന്നത്. അതിന് നേരെയുള്ള y അക്ഷത്തിലെ വിലയാണ് പ്രവേഗം വരുന്നത്, അത് 5. കുറയ്ക്കണം, ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി ഗ്രാഫ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് നേരെയുള്ള y അക്ഷത്തിലാണ് നമ്മുടെ പ്രവേഗമുള്ളത്. അതിന് നേരെയുള്ള ഭാഗം y അക്ഷത്തിലെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 0. അപ്പോൾ 5 കുറയ്ക്കണം 0 ഹരിക്കണം സമയം ഇവിടുത്തെ സമയം നോക്കുമ്പോൾ ഇവിടുത്തെ സമയം ബി കാറ് 3ാമത്തെ സെക്കൻഡിൽ തുടങ്ങി 7ാമത്തെ സെക്കൻഡ് വരെയാണ് പോകുന്നത്. 3ൽ തുടങ്ങി 7 വരെ, 3 കഴിഞ്ഞിട്ട് 4, 5, 6, 7, 4, 5, 6, 7, 3 അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 7ൽ നിന്ന് 3 കുറയ്ക്കുന്നു 4 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. എന്തായാലും 7 കുറയ്ക്കണം 7 കുറയ്ക്കണം 3, 7 കുറയ്ക്കണം 3 ചെയ്ത് കഴിഞ്ഞാൽ 4 എന്നാണ് കിട്ടുക. 5ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 5 തന്നെയാണ്. ഹരിക്കണം 7ൽ 3 കുറച്ച് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. അപ്പോൾ 5/4 എന്നുണ്ടാവും. 5നെ 4 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 1.25 എന്നാണ് ഉത്തരം കിട്ടുക. യൂണിറ്റ് വേണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
അപ്പോൾ 1.25. ഇനി നമുക്ക് കിട്ടിയ ആൻസർ മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ മാത്രം ഒന്നാമത്തെ ബാക്കിയെല്ലാം വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാറിൻ്റെ കാറിൻ്റെ പ്രവേഗം ഇങ്ങനെ എഴുതാം. കാറിൻ്റെ പ്രവേഗം നമുക്ക് കിട്ടിയത് 2.5 മീറ്റർ/സെക്കൻഡ് എന്നും കാർ ബി കാറിൻ്റെ പ്രവേഗം നമുക്ക് കിട്ടിയത് 1.25 മീറ്റർ/സെക്കൻഡ് എന്നും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് പറയാം ഏതിനാണ് പ്രവേഗം കൂടുതൽ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് കാറിനാണ് ത്വരണം കൂടുതൽ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും 1.25 ആണോ 2.5 ആണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറിൻ്റെ 2.5 ആണ് വലുത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടുത്തെ ത്വരണം കൂടിയത് ഏത് കാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർ ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എന്ത് പറയാം, പ്രവേഗമാറ്റത്തിനെടുത്തിട്ടുള്ള സമയത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ കാർ പ്രവേഗമാറ്റത്തിനെടുക്കുന്ന സമയം വളരെ കുറവേ ഉള്ളൂ. മറ്റേതിനെ അപേക്ഷിച്ചിട്ട് കാർ പ്രവേഗമാറ്റത്തിനെടുക്കുന്ന സമയം കുറവാണ്. അതുകൊണ്ട് ത്വരണം എന്ന് പറയാം. പിന്നെ തോത് മാറ്റിയിട്ട് ഗ്രാഫ് ഒന്നുകൂടെ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സെറ്റപ്പിൽ അത് വരയ്ക്കാനുള്ള ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ തൽക്കാലം നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. തോത് മാറ്റുന്നത് അറിയാം എന്ന് വിചാരിക്കുന്നത്. ഈ എക്സ് അക്ഷത്തിലുള്ള 1 സെൻറ്റിമീറ്റർ, എക്സ് അക്ഷത്തിലെ 1 സെൻറ്റിമീറ്റർ സമം 1 സെക്കൻഡായിട്ട് എവിടെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ് അക്ഷത്തിലെ 1 സെൻറ്റിമീറ്റർ സമം 2 സെക്കൻഡ് ആക്കുക. അപ്പോൾ ഇവിടെ 2, 4, 6, 8 എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇനി വൈ അക്ഷത്തിലുള്ള 1 സെൻറ്റിമീറ്റർ സമം 1 മീറ്റർ/സെക്കൻഡ് ആയിട്ട് എടുത്തിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൈ അക്ഷത്തിലെ 1 സെൻറ്റിമീറ്റർ സമം 2 മീറ്റർ/സെക്കൻഡ് ആക്കാം, അല്ലെങ്കിൽ 0.5 മീറ്റർ/സെക്കൻഡ് ആക്കാം. അങ്ങനെ മാറ്റി വരയ്ക്കുക. മാറ്റി വരച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇവിടെയുള്ള അളവൊക്കെ മാറിയിട്ടുണ്ടാവും. ഷേപ്പ് ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ചൊന്ന് നിർത്തുകയാണ്. ഫോണിപ്പോൾ ചാവും. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.